Hello dear students, welcome back to my chemistry class. In the last class we learned about what is separating the components of a mixture. ഒരു മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. കോമൺ സോൾട്ട് സെപ്പറേറ്റ് ഫ്രം സീ വാട്ടർ. എങ്ങനെയാണ് കോമൺ സോൾട്ട് നമ്മുടെ ഉപ്പ് സീ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്? ഏത് പ്രോസസ്സാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്? ഇവാപ്പറേഷൻ. ആ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നമുക്ക് കോമൺ സോൾട്ടും വേണം, അതോടൊപ്പം തന്നെ സീ വാട്ടറിൽ നിന്ന് വാട്ടറും പ്യുവർ വാട്ടറും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ എന്നുള്ള പ്രോസസ്സ് പോസിബിളാണോ? യെസ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാട്ടോ. ദാറ്റ് ഈസ് അവർ ടുഡേയ്സ് ടോപ്പിക്. ദാറ്റ് ഈസ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡിസ്റ്റിലേഷൻ. നമ്മുടെ നാട്ടിലൊക്കെ കുഴിച്ചാൽ ഭൂമി നമ്മുടെ അടുത്ത് നന്നായി കുഴിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? വാട്ടർ കിട്ടും അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നത് കിണറുകളിൽ നിന്ന്. ബട്ട് ഇൻ ഗൾഫ് കൺട്രീസ് അവിടെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? അവർ റിച്ച് കൺട്രീസാണ്, ബട്ട് അവർക്ക് വാട്ടർ ഭയങ്കര സ്കേഴ്സിറ്റിയാണ്. അവർക്ക് വെള്ളം കിട്ടാനില്ല. അവരുടെ അടുത്തൊക്കെ കുഴിച്ചാൽ അവർക്ക് എന്താ കിട്ടുക? ഓയിലാണ് അവർക്ക് കിട്ടുന്നത്. യെസ്, എണ്ണക്കിണറുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ഓയിലാണ് അവിടെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവരെങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന്? യെസ്, അവർ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ, വേറെയും ഓസ്മോസിസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഗൾഫ് കൺട്രീസ് ലൈക്ക് സൗദി അറേബ്യ, യെസ്, അവിടെയൊക്കെ എങ്ങനെ വെള്ളം കിട്ടുന്നതെന്നറിയോ? അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സീ വാട്ടർ, കടലിലെ വെള്ളം, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും, അതേപോലെ പ്യുവർ വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന, അങ്ങനെയാണ് അവർ വെള്ളം കിട്ടുന്നത്. സോ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ദ പ്രോസസ് ഡിസ്റ്റിലേഷൻ. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓരോ സെൻറ്റൻസസ് കാണിക്കാറില്ലേ, അതെല്ലാം നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയി കാണുന്നവരാണെങ്കിൽ അതെല്ലാം ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എഴുതി വെക്കണം. അപ്പോൾ പിന്നെ വീണ്ടും എൻ്റെ വീഡിയോസ് എടുത്തിട്ട് നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഓരോ ടോപ്പിക്സ് ഞാൻ പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ നിങ്ങളത് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിൻ്റെ ടൈമിലൊക്കെ ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സോ നമ്മുടെ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സിനെ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതൊക്കെ അപ്പാരറ്റേഴ്സ് വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇതേ കണ്ടില്ലേ, ഇതെന്താണെന്നറിയോ? 1 2 3 ഈ 3 എന്താണെന്നറിയോ? അത് സ്റ്റാൻഡാണ്. നമ്മൾ ഈ കാണുന്ന അപ്പാരറ്റസൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇതെന്താണെന്നറിയോ? ദിസ് ഈസ് ബെൻസൺ ബേണർ എന്ന് പറയും. നമ്മൾ ഗ്യാസ് സ്റ്റവ്, ഈ പൈപ്പിംഗ് ഇല്ലേ, ഇത് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഗ്യാസിനോടായിരിക്കും. ആ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് ഇതിലേക്ക് ഗ്യാസ് വരുന്നത്. എന്നിട്ട് നമ്മളത് ഓൺ ചെയ്യുന്നതാണ്. ഇത് ഫ്ലെയിമാണ് കേട്ടോ ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതെന്താണെന്നറിയോ? ദിസ് ഈസ് റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക്. അടി റൗണ്ടായിട്ടുള്ള ഫ്ലാസ്ക്കാണ്. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ് ഇതിനെ പറയുക. യെസ്, ഇതിന് മുകളിൽ ഒരു കോർക്ക് വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കോർക്ക് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. ദെൻ ഈ സംഭവം ദാറ്റ് ഈസ് തെർമോമീറ്റർ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇത് അഗെയിൻ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ദെൻ ഇവിടെ ഒരു ചെറിയൊരു ട്യൂബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വേണ്ടത് കണ്ടൻസർ എന്ന് വെച്ചാൽ തണുപ്പിക്കുന്ന സാധനം. ഓക്കെ, ഇതാണ് ഈ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിൻ്റെ അപ്പാരറ്റസ്. നൗ കം ടു ദ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. എങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ചെയ്യുന്നതെന്നറിയോ? ഒരു സിമ്പിൾ ഡിസ്റ്റിലേഷൻ്റെ കാണിക്കുകയാണ് നിങ്ങൾക്ക്. ഇവിടെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, സോൾട്ടും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ സോൾട്ട് സൊല്യൂഷൻ. അത് ഉപ്പുവെള്ളം, അത് ഇതിലെടുക്കുന്നു, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലെടുക്കുന്നു.
ദെൻ എന്താ ചെയ്യുന്നത്, ബൺസൺ ബേണർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചൂട് കൊടുക്കുക. ദെൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാം ഈ സോൾട്ട് സൊല്യൂഷന് ഇവാപ്പറേറ്റ് ചെയ്യും. അതിൽ നിന്ന് വാട്ടർ വേപ്പറായിട്ട് ഇത് ഇങ്ങനെ മുകളിലോട്ട് പോകും. എന്നിട്ട് എന്താ സംഭവിക്കുക, ഇവിടെ അല്ല ഗ്യാപ്പുള്ളത്, ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇത് ഈ ട്യൂബിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തണം. സോ ഇവിടെ ഈ കണ്ടൻസർ എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? യെസ്, ഇവിടെ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാട്ടറൊക്കെ വേപ്പറൈസ് ചെയ്തിട്ട് ഈ ട്യൂബിലൂടെ എത്തുമ്പോൾ ഇവിടെ അത് ഹോട്ടായിട്ടിരിക്കും. നല്ല വെരി ഹോട്ടായില്ലേ, നല്ല ചൂടല്ലേ സ്റ്റീമിന്. ദെൻ അപ്പോൾ ഇവിടെ ഈ കണ്ടൻസറിൻ്റെ യൂസ് എന്താണെന്ന് പറയുക, കണ്ടൻസറിന് 2 ഹോളുണ്ട്. ഇവിടെ വാട്ടർ ഇൻ, ഇവിടെ നിന്ന് വെള്ളം ഈ ട്യൂബിലൂടെ വാട്ടർ അകത്തേക്ക് എടുക്കുന്നു. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. എന്നിട്ട് ദെൻ മറ്റേ ഹോളിലൂടെ വാട്ടർ പുറത്തേക്ക് കളയും. ഈ ട്യൂബിന് ചുറ്റും ഈ കണ്ടൻസർ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ എത്തുന്ന നമ്മുടെ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, നല്ല ചൂടായിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് ഇല്ലേ, അത് ഈ കണ്ടൻസറുള്ള കാരണം എന്തായി മാറും, അവർ തണുക്കും, അവിടെ ചൂടൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റേറ്റ് കൂളാവുമ്പോൾ എന്ത് സംഭവിക്കുക, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, അതെന്താവും, ലിക്വിഡായി മാറും. സോ ഇവിടെ സെയിം ആണ് സംഭവിക്കുക. നമ്മുടെ ഈ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, അത് കൂളായിട്ട് ലിക്വിഡായി മാറും. ഇവിടെ ഏതാണ് ആ ലിക്വിഡ്? യെസ്, നമ്മുടെ പ്യുവർ വാട്ടർ. ഇവിടെ എത്തുന്ന വാട്ടർ വേപ്പേഴ്സൊക്കെ ലിക്വിഡായി മാറിയിട്ട് ഈ ട്യൂബിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് അഗെയിൻ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ പ്യുവർ വാട്ടർ നമുക്ക് കിട്ടും. സോ ഇതാണ് ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ്. ദെൻ ഇവിടെ എങ്ങനെയാണ് ഇവിടെ സോൾട്ട് സൊല്യൂഷനാണ് എടുത്തത്, വെറും വാട്ടർ അല്ല എടുത്തത്, സോൾട്ട് സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, വാട്ടറുണ്ട് പ്ലസ് സോൾട്ട് ഉണ്ട്. വാട്ടർ നമുക്ക് ഇങ്ങനെ അഗെയിൻ നമുക്ക് വാട്ടർ കിട്ടി. ബട്ട് ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ റെസിഡ്യൂ ആയിട്ട് നമുക്ക് ഇവിടെ സോൾട്ട് ഇവിടെ ബാക്കി വരുന്നത് കാണാൻ കഴിയും. സോൾട്ട് ഇവിടെ അടിഞ്ഞുകൂടും. ബട്ട് ഇവിടെ ഇതിലൂടെ വാട്ടർ വേപ്പർ ഈ ഫ്ലാസ്കിലേക്കും നമുക്ക് കിട്ടും. സോ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാട്ടർ വേപ്പർ പോകുന്നതോടൊപ്പം തന്നെ ഈ സോൾട്ടിൻ്റെ വേപ്പേഴ്സും എന്തുകൊണ്ടാണ് പോകാറുള്ളത്? നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയില്ലേ? യെസ്, അവിടെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയെന്ന് വിചാരിക്കുക. അവിടെ 2 കോമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെ കോമ്പോണൻസ്? വാട്ടർ ആൻഡ് സോൾട്ട്. ഈ 2 കോമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്, അവർ തിളക്കുന്ന ഏത് ടൈമിൽ എത്ര ടെമ്പറേച്ചർ കിട്ടിയാലാണോ അവർ ബോയിൽ ചെയ്യുക, അതാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിരിക്കണം, വെരി ലാർജ്, നല്ല ഡിഫറെൻ്റ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വാട്ടർ ഏത് ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുക, തിളക്കാൻ തുടങ്ങുക, എത്ര ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ്? യെസ്, 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ, 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബട്ട് സോൾട്ട് അങ്ങനെയല്ല. സോൾട്ടിന് അതിലും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് വേണം, അതിലും കൂടുതൽ ടെമ്പറേച്ചർ വേണം. സോ വാട്ടറിന് ലോ ബോയിലിംഗ് പോയിൻ്റാണ്, ബട്ട് സോൾട്ടിന് അതിലും കൂടുതലാണ് ബോയിലിംഗ് പോയിൻ്റ്. കുറേ ഹീറ്റ് കിട്ടിയാലാണ് അത് തിളക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിൻ്റുള്ള മിക്സ്ചർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നതെന്നറിയോ? when one component of the mixture is volatile and the others do not vaporize under the same condition, there can be separated by distillation. മനസ്സിലായോ? നമ്മൾ എടുത്തിരിക്കുന്ന മിക്സ്ചറിൻ്റെ ഒരു കോമ്പോണൻറ്റ് വോളറ്റൈലും ആൻഡ് മറ്റേ കോമ്പോണൻറ്റ്, വോളറ്റൈൽ മീൻസ് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോവുക, വേപ്പറായി പോവുക, ആൻഡ് അതർ ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ, മറ്റേത് വേപ്പറൈസ് ചെയ്യില്ല അണ്ടർ ദ സെയിം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ ഹീറ്റ് ചൂടാക്കുന്നത്, ആ ചൂടില്ലേ, ആ ഒരേ സമയത്ത് 2 കമ്പോണൻറ്റും വോളറ്റൈൽ ആവില്ല. ഒന്ന്
പെട്ടെന്ന് വോളറ്റൈലായി പോകും, മറ്റേത് കുറച്ച് ടൈം എടുത്തിട്ടേ പോവുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ മിക്സ്ചറിനെ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുക. ഓക്കെ. പിന്നെ ഇഫ് ദ കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ പോസസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന മിക്സ്ചറിൻ്റെ കോമ്പണൻസ് അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും ബോയിലിംഗ് പോയിൻറ്റ്സ്. അപ്പോഴും നമുക്ക് ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിനൊരു എക്സാമ്പിളാണ് ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസിറ്റോൺ. അസിറ്റോണും വാട്ടറും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ, അതിൽ നിന്ന് വാട്ടറും അസിറ്റോണും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം എന്താ, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസും ആൻഡ് അസിറ്റോണിൻ്റെ 56 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും പെട്ടെന്ന് ബോയിൽ ചെയ്തിട്ട് വേപ്പറായി പോവുക? യെസ്, അസിറ്റോണാണ്. കാരണം അസിറ്റോണിന് ഓൺലി 56 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ അസിറ്റോണ് ബോയിൽ ചെയ്തിട്ട് തിളച്ചിട്ട് അത് വേപ്പറായി പോവും. വേപ്പറായി പോയിട്ട് നമ്മൾ നേരത്തെ ഡിസ്റ്റിലേഷൻ കണ്ടില്ലേ, ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ മുകളിലൂടെ പോയിട്ട് ആ ട്യൂബിൽ എത്തി കണ്ടൻസർ വഴി അത് വീണ്ടും ലിക്വിഡായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ബട്ട് വാട്ടർ അപ്പോൾ ഏതായിരിക്കും റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഉണ്ടായിരിക്കുക? യെസ്, വാട്ടറാണ്. കാരണം വാട്ടറിന് 100 ഡിഗ്രി എത്തണം, എന്നാലേ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുള്ളൂ. സോ ഇവിടെ നമ്മൾ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്ത്? ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ്. കാരണം എന്താ, ലാർജ് ഡിഫറൻസ് ഉണ്ടായ ബോയിലിംഗ് പോയിൻറ്റ്, അവർ തിളക്കാനുള്ള ബോയിലിംഗ് പോയിൻറ്റിന് ഡിഫറൻസ് ഉണ്ട്. യെസ്, ഒന്ന് 100 ഡിഗ്രി സെൽഷ്യസും മറ്റേത് 56 ഡിഗ്രി സെൽഷ്യസും. ഓക്കെ. ദെൻ നമ്മുടെ ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ്ഡ്. നമ്മുടെ സാധാ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് അതിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അതേപോലെ ബാറ്ററി സ്റ്റോറേജ് ബാറ്ററിയിലൊക്കെ നമ്മൾ ഏത് വാട്ടറാണ് യൂസ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഡിസ്റ്റിലേഷൻ വഴിയാണ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ സ്റ്റീമായി പോകുമ്പോൾ അതെന്താ സംഭവിക്കും? വാട്ടർ വേപ്പറായി മാറുന്ന സമയത്ത് അതിലെ മിനറൽസ് സെപ്പറേറ്റായി പോകും. അതുകൊണ്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഇഞ്ചക്ഷനും അതേപോലെ സ്റ്റോറേജ് ബാറ്ററി ഇല്ലേ, അതിലൊക്കെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അതിൽ വെറും വാട്ടർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മിനറൽസും ഇല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോസസ് distillation. Hope you understood well. So if you wanna get my videos again, subscribe my channel and press the bell icon. So dear students, stay home, stay safe, and let's see with new topic.